ബർമിംഗ്ഹാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ നിലയുറച്ച ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 64 റൺസ് എന്ന നിലയിൽ നാലാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കും. ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്. 38 റൺസുമായി രാഹുലും 18 പന്തുമായി കരുൺ നായരുമാണ് ക്രീസിൽ. ഇന്ത്യക്ക് നിലവിൽ 244 റൺസിന്റെ ലീഡുണ്ട്. ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 89.3 ഓവറിൽ 407 റൺസ് എടുത്ത് പുറത്തായിരുന്നു. 180 റൺസിന്റെ ലീഡാണ് ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ സ്വന്തമാക്കിയത്. വിക്കറ്റ് കീപ്പർ ബാറ്റർ ജെയ്മി സ്മിത്ത് സെഞ്ചുറി നേടി പുറത്താകാതെ നിന്നു. ഹാരി ബ്രൂക്കും സെഞ്ചുറി തികച്ചു. 19.3 ഓവറുകൾ പന്തെറിഞ്ഞ ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജ് 70 റൺസ് വഴങ്ങി 6 വിക്കറ്റുകൾ വീഴ്ത്തി. ആകാശ്ദീപ് 4 വിക്കറ്റുകളും സ്വന്തമാക്കി. കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണിന്റെ താരലേലം ഇന്ന് നടക്കും. ആകാംക്ഷയോടെയാണ് ആരാധകരുള്ളത്. തിരുവനന്തപുരം ഹയാത്ത് റീജൻസിയിൽ രാവിലെ 10 മണി മുതലാണ് ലേലം നടക്കുക. മുതിർന്ന IPL രഞ്ജി താരങ്ങൾ മുതൽ കൗമാര പ്രതിഭകൾ വരെ ഉൾപ്പെടുന്നവരാണ് ലേല പട്ടികയിലുള്ളത്. ആദ്യ സീസണിൽ കളിക്കാതിരുന്ന സഞ്ജു സാംസൺ പങ്കെടുക്കുന്നു എന്നത് രണ്ടാം സീസണിന്റെ പ്രധാന പ്രത്യേകതയാണ്. A-B-C കാറ്റഗറികളിലായി 170 താരങ്ങളെയാണ് ലേലത്തിനായി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 15 താരങ്ങളെ വിവിധ ഫ്രാഞ്ചൈസികൾ നിലനിർത്തിയിട്ടുണ്ട്. ശേഷിക്കുന്ന 155 താരങ്ങൾക്കായാണ് ഇന്ന് ലേലം. IPL താരലേലം നിയന്ത്രിച്ചിട്ടുള്ള ചാരു ശർമ്മയാണ് ലേല നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. വൈകുന്നേരം 6 മണിക്ക് ലേല നടപടികൾ അവസാനിക്കും.